ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. രക്തസാക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അഷ്ഫാഖ് ഉല്ലാഖാനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സുന്ദരനും ആരോഗ്യവാനുമായിരുന്ന അഷ്ഫാഖ് ഉല്ലാഖാൻ അയൽക്കാരും കൂട്ടുകാരും അവനോട് ചങ്ങാത്തം കൂടാൻ മത്സരിച്ചു. എന്നാൽ അവന് അതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ്റെ ചിന്ത മുഴുവൻ രാജ്യത്തെ അന്നത്തെ അവസ്ഥയെക്കുറിച്ചായിരുന്നു. വിദേശികളുടെ ഭരണത്തിന് കീഴിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പറ്റിയായിരുന്നു അവൻ്റെ ചിന്താഗതി മുഴുവൻ. അക്കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ ഒരു കൂട്ടുകാരനെയാണ് അഷ്ഫാഖ് തിരഞ്ഞു നടന്നത്. ഉത്തർപ്രദേശിലെ ഷാജഹാൻപുരിയിൽ 1900 ഒക്ടോബർ 22 അഷ്ഫാഖ് ജനിച്ചു. പത്താൻ കുടുംബത്തിലെ ഒരു സെമീന്ദാരായിരുന്നു അവൻ്റെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ 5ാമത്തെ മകനും ഏറ്റവും ഇളയ കുട്ടിയുമായ അവൻ എല്ലാ സുഖസൗകര്യങ്ങളോടെയും വളർന്നു. ഷാജഹാൻപൂരിലെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് അഷ്ഫാഖിന് അവൻ തിരഞ്ഞു നടന്ന കൂട്ടുകാരനെ കിട്ടിയത്. ആ സ്കൂളിൽ തന്നെ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന രാംപ്രസാദ് ബിസ്മിൽ ആയിരുന്നു അവൻ. സ്വാതന്ത്ര്യ സമര രംഗത്ത് വിപ്ലവകാരികളുടെ വഴി തിരഞ്ഞെടുത്ത കൊച്ചു മിടുക്കൻ. അഷ്ഫാഖിനെ പോലെയുള്ള ദേശസ്നേഹികളെ തെരഞ്ഞു നടക്കുകയായിരുന്നു അവൻ. ആ ഇടയ്ക്കാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. സമരത്തിൽ പങ്കെടുക്കാൻ ഓരോ ഇന്ത്യക്കാരനെയും അദ്ദേഹം ക്ഷണിച്ചു. അഷ്ഫാഖ് ഗാന്ധിജി ആഹ്വാനം ചെയ്ത സമര പരിപാടികളിൽ സംബന്ധിക്കാൻ തുടങ്ങി. അതോടെ സ്കൂളിൽ നിന്നും അവൻ പുറത്താക്കപ്പെട്ടു. വീട്ടുകാർക്കും അവനോട് വെറുപ്പായി. എന്നാൽ രാംപ്രസാദ് ബിസ്മിൽ അവന് എല്ലാ സഹായവും ചെയ്തു. അവർ വിട്ടുപിരിയാത്ത കൂട്ടുകാരായി. പണ്ഡിറ്റ് രാംപ്രസാദ് ബിസ്മിൽ ആര്യ അംഗമായിരുന്നു. അഷ്ഫാഖാണെങ്കിൽ ഒരു തികഞ്ഞ മുസൽമാനും. പക്ഷേ ദേശസ്നേഹത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ജാതി മത വേർതിരിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പലപ്പോഴും ഒരേ പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചു, ഒരിടത്ത് കിടന്നുറങ്ങി. ആര്യ സമാജത്തിൻ്റെ യോഗങ്ങളിലും കൂട്ടുകാർക്കൊപ്പം അഷ്ഫാഖ് സംബന്ധിക്കാറുണ്ടായിരുന്നു. അവരുടെ സഹായത്താൽ ജയിലിൽ നിന്നും ഒരു തടവുകാരനെ അദ്ദേഹം മോചിപ്പിച്ചു. ഒരിക്കൽ ബിസ്മില്ലും അഷ്ഫാഖും ഒരു ക്ഷേത്രത്തിലിരിക്കുമ്പോൾ ഹിന്ദു മുസ്ലിം ലഹളയുടെ ഭാഗമായി ചിലർ ക്ഷേത്രം ആക്രമിക്കാനെത്തി. അഷ്ഫാഖ് തോക്കുമായി ചെന്ന് അവരെ വിരട്ടിപ്പായിച്ചു. ചൗരി ചൗരയിൽ ആളുകൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ വധിച്ചതോടെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ഇത് ബിസ്മിലിനെയും അഷ്ഫാഖിനെയും പോലുള്ള യുവാക്കളെ ഏറെ വിഷമിപ്പിച്ചു. എത്രയും വേഗം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണം, അതായിരുന്നു യുവാക്കളുടെ ലക്ഷ്യം. അവർ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന ഒരു അഖിലേന്ത്യാ വിപ്ലവ പാർട്ടി രൂപീകരിച്ചു. അതിന് ജനങ്ങളുടെ പിന്തുണയും ലഭിച്ചു. പക്ഷേ സന്നദ്ധ സേവകർക്ക് ഭക്ഷണമോ വസ്ത്രമോ നൽകാൻ പോലും സംഘടനയ്ക്ക് പണമുണ്ടായിരുന്നില്ല. സായുധ വിപ്ലവമായിരുന്നു അവരുടെ ലക്ഷ്യം. അതിന് ആയുധങ്ങൾ വാങ്ങാനും പണം വേണം. എങ്ങനെയും പണമുണ്ടാക്കിയേ പറ്റൂ. ബിസ്മിൽ ഉൾപ്പെടെയുള്ളവർ അതിനൊരു വഴി ആലോചിച്ചു. ആ ഇടയ്ക്ക് ലക്നൗവിലേക്കുള്ള ഒരു യാത്രക്കാരുടെ ബിസ്മിൽ ഒരു കാഴ്ച കണ്ടു. ഒരു സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ മാസ്റ്റർ പണമടങ്ങിയ ഒരു ബാഗ് വാങ്ങി കമ്പാർട്ട്മെൻറ്റിൽ വയ്ക്കുന്നു. തുടർന്ന് ഈ എല്ലാ സ്റ്റേഷനിൽ നിന്നും ഇങ്ങനെ പണസഞ്ചികൾ സ്റ്റേഷൻ മാസ്റ്റർ വാങ്ങി ശേഖരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. പണം കൊണ്ടുപോകാനുള്ള സെക്യൂരിറ്റിയൊന്നും ആ ട്രെയിനിൽ ഉണ്ടായിരുന്നതുമില്ല. ആ ട്രെയിനിനെ സംബന്ധിച്ച് വിവരങ്ങൾ ബിസ്മിൽ ശേഖരിച്ചു. അവൻ്റെ മനസ്സിൽ വലിയൊരു പദ്ധതി രൂപം കൊണ്ടു കഴിഞ്ഞു. കാശി, കാൺപൂർ, ആഗ്ര മുതലായ സ്ഥലങ്ങളിലെല്ലാം വിപ്ലവകാരികളെ ബിസ്മിൽ വിളിച്ചു വരുത്തി. അവർ ഒരു പദ്ധതി തയ്യാറാക്കി. ലക്നൌവിലെ എത്തും മുമ്പ് ഒരു സ്റ്റേഷനിൽ വച്ച് ട്രെയിൻ ആക്രമിച്ച് പണസഞ്ചികളെല്ലാം കൈക്കലാക്കുക. 1925 ഓഗസ്റ്റ് 9 കക്കോരി എന്ന സ്റ്റേഷനിൽ കൊള്ളയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ പൂർത്തിയാക്കി. അഷ്ഫാഖിനും ഈ പദ്ധതിയിൽ നിർണായക പങ്കുണ്ടായിരുന്നു. അന്ന് കക്കോരിയിലെത്തിയ ട്രെയിനിലെ ചങ്ങല വലിച്ചു നിർത്തി ആ ട്രെയിനിൽ കൊണ്ടുവന്ന സർക്കാർ ട്രഷറിയിലേക്കുള്ള പണം തട്ടിയെടുത്തു. ഈ സംഭവം ബ്രിട്ടീഷ് ഭരണത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു. അതിനെ തുടർന്ന് വിപ്ലവ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുകയും ചെയ്തു.
കക്കോരി കൊള്ളയെ തുടർന്ന് പോലീസ് പ്രത്യേകം ജാഗ്രത പുലർത്തി. കൂടുതൽ രഹസ്യ പോലീസുകാർ ഷാജഹാൻപൂരിലെത്തുകയും ചെയ്തു. ഗ്രാമക്കാരും തനിക്കെതിരെ ഒരു നീക്കവും നടത്തിയില്ല എന്നായിരുന്നു ബിസ്മിലിൻ്റെ ധാരണ. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവർ തന്നെ പോലീസിന് വിവരം നൽകി. പോലീസുകാർ ബിസ്മിലിനെ അറസ്റ്റ് ചെയ്തു. വലിയൊരു കാര്യം സാധിച്ചതിൽ അവർ സന്തോഷിച്ചു. കാക്കോരിയിൽ നിന്ന് ഒരു കരിമ്പിൻ തോട്ടത്തിലേക്ക് കടന്ന അഷ്ഫാഖ് പിന്നീട് അവിടെ നിന്ന് കാശിയിലേക്ക് രക്ഷപ്പെട്ടു. അവിടെ പഴയ ചില സുഹൃത്തുക്കളെ അദ്ദേഹം കണ്ടുമുട്ടി. കുറേ കാലം ഒതുങ്ങി അവിടെ ജീവിക്കാൻ അവർ നിർബന്ധിച്ചു. തുടർന്ന് ബീഹാറിലേക്ക് തിരിച്ച അഷ്ഫാഖ് അവിടെ ഒരു ജോലി സമ്പാദിച്ചു. ഒരു കൃഷിക്കാരൻ്റെ മകനാണ് താനെന്ന് കള്ളം പറയുകയും ചെയ്തു. ധാരാളം കവിത എഴുതുകയും നന്നായി പാടുകയും ചെയ്യുമായിരുന്ന അഷ്ഫാഖിന് ആ കഴിവുകളെല്ലാം പ്രകടിപ്പിക്കാൻ അവിടെ അവസരം ലഭിച്ചു. അതെല്ലാം ജനങ്ങൾ അത്ഭുതത്തോടെ കേട്ടിരുന്നു. സ്ഥാപന ഉടമ അഷ്ഫാഖിൻ്റെ ശമ്പളം കൂട്ടിക്കൊടുക്കുകയും ചെയ്തു. ഉറുദുവും ഹിന്ദിയും ബംഗാളിയും ഭാഷകൾ അഷ്ഫാഖ് നന്നായി കൈകാര്യം ചെയ്യുമായിരുന്നു. ദേശസ്നേഹം തുളുമ്പുന്ന ധാരാളം കവിതകൾ അക്കാലത്ത് അദ്ദേഹം രചിച്ച് സംഗീതം നൽകി ആലപിച്ചു. അങ്ങനെ 10 മാസക്കാലം സന്തോഷത്തോടെ അദ്ദേഹം അവിടെ ചെലവഴിച്ചു. അതിനുശേഷം അഷ്ഫാഖ് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു. ഡൽഹിയിലെത്തിയ അദ്ദേഹം നാട്ടുകാരനായ ഒരു സുഹൃത്തിനെ സമീപിച്ചു. സ്കൂളിൽ അവർ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. പത്താൻ കുടുംബത്തിൽ തന്നെ പെട്ട അയാൾക്ക് അഷ്ഫാഖിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഭക്ഷണം നൽകി. നന്നായി വിശ്രമിക്കുവാനും നിർദ്ദേശിച്ചു. അന്ന് രാത്രി അവിടെ ചെലവഴിച്ച അദ്ദേഹത്തെ പിറ്റേന്ന് രാവിലെ പോലീസുകാരാണ് കതകിൽ മുട്ടി ഉണർത്തിയത്. പണത്തിനു വേണ്ടി കൂട്ടുകാർ തന്നെ ഒറ്റി കൊടുക്കുകയായിരുന്നു എന്ന് അഷ്ഫാഖിന് മനസ്സിലായി. പിന്നീട് ജയിലിലും അഷ്ഫാഖിന് ചില സന്ദർശകർ എത്തി. പഴയ കൂട്ടുകാരെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കിയാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ അദ്ദേഹത്തെ കാണാനെത്തിയത്. പക്ഷേ അവർ എത്ര നിർബന്ധിച്ചിട്ടും ഒരു വിവരവും അഷ്ഫാഖ് പറഞ്ഞില്ല. ഈ സമയം ഗോരഖ്പൂരിൽ ജയിലിലുണ്ടായിരുന്ന ബിസ്മിലും ഇതേ അനുഭവം തന്നെ ഉണ്ടായി. ബിസ്മിൽ, രാജേന്ദ്രനാഥ് ലാഹിരി, റോഷൻ സിംഗ്, അഷ്ഫാഖ് ഉള്ള എന്നിവർക്ക് വധശിക്ഷയും കൂടെയുണ്ടായിരുന്ന 10 പേർക്ക് ജീവപര്യന്തം തടവും വിധിക്കപ്പെട്ടു. വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കരുത്തനായ സംഘാടകനാണ് രാംപ്രസാദ് ബിസ്മിൽ എന്നും ജഡ്ജി ചൂണ്ടിക്കാട്ടി. വധശിക്ഷ നടപ്പാക്കും മുമ്പ് അമ്മ ബിസ്മിലിനെ കാണാൻ ജയിലിലെത്തി. ബിസ്മിൽ പ്രതീക്ഷിച്ചതിനു വിരുദ്ധമായി അമ്മ അദ്ദേഹത്തിന് കൂടുതൽ ധൈര്യം പകരുകയാണ് ചെയ്തത്. 1927 ഡിസംബർ 19 തൂക്കുമരം ആരാച്ചാരും ഒരുങ്ങി. ബിസ്മിൽ നിർഭയം തൂക്കുമരത്തിന് നേർക്ക് നടന്നു. വന്ദേ മാതരം എന്ന് വന്ദേ ഭാരത് മാതാ കി ജയ് എന്നും ഉരുവിട്ടു. ബ്രിട്ടീഷ് സാമ്രാജ്യം തകരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൂടി പറഞ്ഞ ശേഷം പ്രാർത്ഥനയോടെ നിന്ന ബിസ്മിൽ മരണത്തിന് കീഴടങ്ങി. 2 വർഷത്തിന് ശേഷം ഫൈസാബാദ് ജയിലിൽ അഷ്ഫാഖിനും തൂക്കുമരം തയ്യാർ ചെയ്യപ്പെട്ടു. വധശിക്ഷയ്ക്ക് 1 ദിവസം മുമ്പ് അഷ്ഫാഖ് വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ചു. എന്നിട്ട് സുഹൃത്തുക്കളോട് പറഞ്ഞു, നാളെ എൻ്റെ വിവാഹമാണ്. വരൻ ഒരുങ്ങിയതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയണേ. അതും പറഞ്ഞ് അഷ്ഫാഖ് പൊട്ടിച്ചിരിച്ചപ്പോൾ സുഹൃത്തുക്കൾ കരച്ചിലടക്കുകയായിരുന്നു. 1929 ഡിസംബർ 19 നേരം പുലർന്നു. കുളി കഴിഞ്ഞ അഷ്ഫാഖ് പ്രാർത്ഥിച്ചു. പിന്നെ ഖുറാൻ വായിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോഴേക്കും ജയിൽ അധികൃതർ എത്തി. വായിച്ചു കൊണ്ടിരുന്ന ഖുറാൻ തോൾ സഞ്ചിയിൽ ഇട്ട് അഷ്ഫാഖ് അവർക്ക് കൈകൊടുത്തു. പിന്നെ തൂക്കുമരത്തിലേക്ക് നടന്നു. അവിടെ അല്പസമയം പ്രാർത്ഥിച്ചു. അതിനുശേഷം കുരുക്ക് സ്വയം കഴുത്തിലിട്ട് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നോക്കി പറഞ്ഞു, നമസ്കാരം. ആരാച്ചാർ കയർമുറുക്കി. അഷ്ഫാഖ് അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങി നിന്ന ആ തൂക്കുമരത്തറ ഫൈസാബാദിൽ ഇന്നും ഉണ്ട്. ഇവിടെ അഷ്ഫാഖിൻ്റെ പൂർണ്ണരൂപ പ്രതിമയും സ്ഥാപിച്ചിരിക്കുന്നു. 27 വർഷമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. എങ്കിലും ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നു. രക്തസാക്ഷികളുടെ രാജാവ് എന്നർത്ഥം വരുന്ന ഷഹീദ് ഇ അസം എന്ന് ജനങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. നമസ്തേ.